ഇനിയൊരു കൊച്ചുമിടുക്കൻ്റെ വിശേഷങ്ങളാണ്. എറണാകുളം പള്ളുരുത്തി സെൻറ്റ് അലോഷ്യസ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ദേവതീർത്ഥൻ എഴുതിയ ഗാനമാണ് ഇന്നത്തെ വിശേഷം. ഈ ഗാനം ഫേസ്ബുക്കിലൂടെ പ്രകാശനം ചെയ്തത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഗാനം ഇത് ഈണം പകർന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ മെജോ ജോസഫാണ്. ആ സംഗീത വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. He lives in my heart, he lives in my soul. He tells me that sorrows and successes are all part of our journey of life. He lives in my heart, he lives in my soul. He tells me that sorrows and successes. ഐ ആം യുവർ ലാംബ് എന്ന പേരിൽ എഴുതിയ ഇംഗ്ലീഷ് ഗാനമാണ് ദേവതീർത്ഥനും കൂട്ടുകാരും പുറത്തിറക്കിയിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ മെജോ ജോസഫാണ് വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റുഡിയോയിൽ ഗാനം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഗാനം പുറത്തിറക്കിയത്. ദേവതീർത്ഥനൊപ്പം കൂട്ടുകാരായ അഗസ്റ്റിൻ ഹെനോക്ക്, തഷ കേറ്റ്ലിൻ, എയ്ൻ ആൻഡ്രിയ എന്നിവരും പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐ ആം യുവർ ലാംബ് എഴുതിയ ദേവതീർത്ഥൻ നിസാരക്കാരനല്ല. ചെറുപ്രായത്തിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 500-ലധികം പുസ്തകങ്ങളാണ് ഈ കൊച്ചുമിടുക്കൻ വായിച്ചു തീർത്തത്. വായനയും എഴുത്തുമാണ് ദേവതീർത്ഥന്റെ ലോകം. വായനയിൽ നിന്നും പുതുതലമുറ മുഖം തിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് ഈ മിടുക്കൻ വ്യത്യസ്തനാകുന്നത്. ഞാൻ നോവൽസ് വായിക്കും, കഥകൾ വായിക്കും, കഥാസമാഹാരങ്ങൾ വായിക്കും. മലയാളം ഇംഗ്ലീഷും ആണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം സയൻസൊക്കെ എനിക്കിഷ്ടമാണ്. നാഷണൽ ജോഗ്രഫിക്കൊക്കെ വായിക്കും. ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ബൈബിൾ കഥകളാണ്. അപ്പോൾ ആ ബൈബിൾ കഥകളിൽ ഉണ്ടായിരുന്നു ഈ കൊടുങ്കാറ്റിനെയൊക്കെ ശമിപ്പിച്ചില്ലേ, അതൊക്കെ ഞാൻ അതിൽ നിന്നാണ് വായിച്ച് എടുത്തത്. ഈ മരിച്ചു കിടന്ന ഒരാളെ എണീപ്പിച്ചതൊക്കെ അതിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ പാട്ട് എഴുതുമ്പോൾ അതൊക്കെ ഇത് ചെയ്യണം, അതൊക്കെ എഴുതണമെന്ന് ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവതീർത്ഥൻ എഴുതാനും വായിക്കാനും പഠിച്ചു. അച്ഛനും അമ്മയുമാണ് എല്ലാത്തിനും വഴികാട്ടികൾ. ചിത്രങ്ങളും ചെറിയ വാക്കുകളും മാത്രമുള്ള പുസ്തകങ്ങളിൽ നിന്നും പതുക്കെ 90s കിഡ്സിന്റെ പ്രിയപ്പെട്ട കളിക്കുടുക്കയും ബാലരമയുമെല്ലാം വായിച്ചു തുടങ്ങി. അമർ ചിത്രകഥാ പുസ്തകങ്ങളും ഡൈജസ്റ്റുമൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ശീലിച്ചു. പിന്നീട് വലിയ പുസ്തകങ്ങൾ വായിച്ചു. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് സാഹിത്യവും വായിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്, ടീച്ചേഴ്സ് ആയതുകൊണ്ട് ദേവതീർത്ഥനെയും ചെറുപ്പം മുതലേ വായന, പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു. കളിക്കുടുക്ക, മിന്നാമിന്നി, മാജിക് പോലുള്ള പുസ്തകങ്ങൾ എല്ലാം വായിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്രായം മുതൽ തന്നെ അക്ഷരങ്ങൾ ഉറച്ച് കിട്ടിയിരുന്നു ദേവതീർത്ഥനെ. ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ. ഓടിക്കളിക്കുന്നതിനിടെ പരിക്കു പറ്റുകയും സ്കൂളിൽ പോകാൻ സാധിക്കാതെ കുറേ ദിവസം വീട്ടിലിരിക്കേണ്ടിയും വന്നപ്പോഴാണ് ദേവതീർത്ഥൻ ബൈബിൾ കയ്യിലെടുക്കുന്നത്. അതിനു മുൻപേ തന്നെ ബൈബിൾ കഥകൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർമ്മയിലുള്ള കഥകൾ ഇണക്കിച്ചേർത്ത് ക്രിസ്മസ് കവിതയായി രൂപപ്പെടുത്തി. സ്കൂളിൽ വീണിട്ടാണ് കൈ ഒടിഞ്ഞത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് അച്ഛൻ കുറേ വഴക്ക് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞ്, നിനക്ക് ഉപയോഗപ്രദമായ വല്ല കാര്യങ്ങളും നീ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ നീ ഈ ദിവസങ്ങളിൽ ചെയ്യുക. അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. വീണു, പ്ലാസ്റ്റർ ഇട്ടു, ഇനി റെസ്റ്റ് എടുക്കുകയല്ലേ വേണ്ടത്. എന്നാൽ ബൈബിൾ എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ബൈബിളുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാണ് വന്നത്. പക്ഷേ ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത് ഞാനൊരു പാട്ട് എഴുതിയെന്ന്. ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗം അധ്യാപകനും കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചിട്ടുള്ളതുമായ ഷോബിൻ കണ്ണങ്ങാട്ടിന്റെ മകനാണ് ഈ കൊച്ചു പ്രതിഭ. എക്കണോമിക്സ് അധ്യാപികയായ നിമ്മി നടരാജനാണ് ദേവതീർത്ഥന്റെ അമ്മ. രണ്ടുപേരും വായനയിൽ വളരെ താല്പര്യമുള്ള ആളുകളാണ്. ദിവസവും മകനൊപ്പം ഇരുന്ന് വായിക്കാൻ ഇരുവരും സമയം കണ്ടെത്തുന്നു. ഇടിമിന്നലിനെ കുറിച്ച് 4 വയസ്സുള്ളപ്പോൾ ദേവതീർത്ഥൻ എഴുതിയ കുട്ടിക്കവിതയാണ് ആദ്യത്തെ രചന. 5 വയസ്സു മുതൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും കഥകളും എഴുതി തുടങ്ങി. ഇയാളുടെ ഒരു 1.5 വയസ്സ് മുതൽ തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നൊരു ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ വായിക്കും. നേരത്തെ ഞാൻ പടമുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കും. ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ അലമാര തുറക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, പടമുണ്ടോ ഇല്ല.
ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ, പക്ഷെ ഇപ്പോൾ ഹാരി പോട്ടറൊക്കെ വായിക്കുമ്പോൾ ഞാൻ പടമൊന്നും അല്ല നോക്കുന്നത്, പേജ് വെച്ച് ഇങ്ങനെ നോക്കും. സമ്പൂർണ്ണ മഹാഭാരതവും രാമായണവും എനിക്ക് ആഗ്രഹമുണ്ട് വാങ്ങിക്കാൻ. അപ്പോൾ അച്ഛൻ അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. വീട്ടിൽ ദേവതീർത്ഥന് വേണ്ടി പ്രത്യേകം ലൈബ്രറിയുണ്ട്. പുതിയ പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നത് ഈ മിടുക്കന് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, സുധാമൂർത്തിയുടെ ഗോപി ഡയറീസ്, ഡയറി ഓഫ് എ വിംബി കിഡ്, ഹാരി പോട്ടർ തുടങ്ങിയവയാണ് ദേവതീർത്ഥന്റെ ഇഷ്ടപുസ്തകങ്ങൾ. MT ബഷീർ, തകഴി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവരും ഈ മിടുക്കന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. കഥകളാണ് കൂടുതലും വായിക്കുന്നത്, നോവൽസും ഞാൻ വായിക്കും. ചിത്രരചനയിലും ദേവതീർത്ഥന് അപാര കഴിവുണ്ട്. MTയെയും സ്വാമി വിവേകാനന്ദനെയും എല്ലാം വരച്ചിട്ടുണ്ട്. സിനിമയും ദേവതീർത്ഥന്റെ ഇഷ്ടമേഖലയാണ്. ശ്രീനിവാസന്റെ തിരക്കഥകളോടൊക്കെ പ്രത്യേക പ്രിയമുണ്ട്. മാതാപിതാക്കളാണ് സിനിമകൾ കാണാൻ തെരഞ്ഞെടുത്ത് നൽകുന്നതും. ഇംഗ്ലീഷ് പാട്ടുകളും കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ സിനിമകൾ കണ്ടാൽ ആ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും വയ്ക്കും. പിന്നെ മലയാള സിനിമകളാണെങ്കിലും സിനിമകളെല്ലാം ഇഷ്ടം തന്നെയാണ്. പഴയ സിനിമകൾ, കഥകളുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ശ്രീനിവാസൻ്റെ ആയാലും പ്രിയദർശൻ്റെ, അതേപോലെ തന്നെ ലോഹിദാസിൻ്റെയൊക്കെ പഴയ സിനിമകൾ, സത്യനന്ദിക്കാടിൻ്റെയൊക്കെ പഴയ സിനിമകൾ ഇരുന്ന് കാണും. അതിൽ ആ ഒരു നല്ല കഥകളുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് കഥകൾ എഴുതുന്നതും ദേവതീർത്ഥൻ പതിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കാൽപ്പനികതയ്ക്ക് അപ്പുറമുള്ള എഴുത്തുകാരന്റെ സാമൂഹിക ഉത്തരവാദിത്തം കൂടി 9 വയസ്സിനിടയിൽ ദേവതീർത്ഥൻ ഏറ്റെടുക്കുന്നു. ബ്രഹ്മപുരത്ത് മറ്റേ ഇത് കത്തിയില്ലേ, പ്ലാസ്റ്റിക് ഇല്ല. അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു കഥ എഴുതി. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറി. കൂടുതൽ ഇഷ്ടം കഥ എഴുതാനാണ്. പിന്നെ ഞാൻ ഡയറി ഇമാജിനറി ഡയറി എഴുതി. വിംബി കിഡും ഡോർക്ക് ഡയറീസൊക്കെ പോലെ അതും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും അനായാസേന കൈകാര്യം ചെയ്യുന്ന ആളാണ് ദേവതീർത്ഥൻ. ഇംഗ്ലീഷിലൂടെ ലോകസാഹിത്യത്തെ പരിചയപ്പെടുന്നതിനൊപ്പം വിശാലമായ കാഴ്ചപ്പാടുകളും ഈ 9 വയസ്സുകാരൻ ചെറുപ്പത്തിലേ ആർജിക്കുന്നു. സിനിമയിലെയും സാഹിത്യത്തിലെയും നിരവധി പ്രമുഖരെ അടുത്ത് പരിചയപ്പെടാനും സംസാരിക്കാനുമെല്ലാം ദേവതീർത്ഥന് ചെറുപ്പം മുതലേ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസ് അങ്കിളും വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകിയത്. ഈ പാട്ടെഴുതി ഷൂട്ടിങ്ങിന് റെക്കോർഡിനൊക്കെ മുമ്പ് ഞങ്ങൾ 3 പേരും റോഷൻ ആൻഡ്രൂസ് സാറിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. സ്വന്തമായി കുറെ പുസ്തകങ്ങൾ പുറത്തിറക്കണമെന്നതാണ് ദേവതീർത്ഥന്റെ വലിയ ആഗ്രഹം. MTയുടെ നാലുകെട്ടിൽ അപ്പുണ്ണീനെ ഇഷ്ടമാണ്. പിന്നെ വിംബികളിലെ ഗ്രിഗറിനെ ഇഷ്ടമാണ്. ഒലിവർ ട്വിസ്റ്റിലെ ഒലിവറിനെ ഇഷ്ടമാണ്. ഹാരി പോട്ടറിൽ ഹാരീനെ ഇഷ്ടമാണ്. ജെറോനിമസിലെ ജെറോനിമോനെ ഇഷ്ടമാണ്. 2-3 പുസ്തകങ്ങൾ ഇറക്കി വലിയ എഴുത്തുകാരനാവണമെന്നുണ്ട്. സാഹിത്യം പോലെ തന്നെ ശാസ്ത്രത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ദേവതീർത്ഥൻ സയൻസ് എക്സിബിഷനുകളിലും വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ദേവതീർത്ഥന്റെ വരികളാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. He lives in my heart, he lives in my soul. He tells me that sorrows and successes are all part of a journey of life. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പതിവ് പോലെ പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.